പുതുവർഷത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് കൊച്ചി മെട്രോ. ഡിസംബർ 31 മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്തവരുടെ എണ്ണം 1.3 ലക്ഷം കടന്നു. ഡിസംബർ മാസത്തിൽ മാത്രം 32,35,027 പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന നേടുകയും ചെയ്തു. ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ 10.15 കോടി രൂപ വരുമാനം നേടിയതോടെ മറ്റൊരു നേട്ടം കൂടി കൊച്ചി മെട്രോ കൈവരിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം 29,59,685 വരുമാനം 9,24,69,402 ആയിരുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ പ്രതിദിനം 1 ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി പ്രവർത്തന ലാഭവും ഉണ്ടാക്കി മുന്നേറുകയാണ്. 2023 സാമ്പത്തിക വർഷം 5.35 കോടിയായിരുന്ന പ്രവർത്തന ലാഭം 2024 സാമ്പത്തിക വർഷത്തിൽ 22.94 കോടി രൂപയായി ഉയർന്നു. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.5 ലക്ഷത്തിലെത്തിക്കാനാണ് 2025 ലക്ഷ്യമിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കഴിഞ്ഞ വർഷം പ്രതിദിനം 1 ലക്ഷം യാത്രക്കാരെയാണ് കൊച്ചി മെട്രോ ലക്ഷ്യമിട്ടിരുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടാനായെന്നും നിരക്കുകളുടെ യുക്തിസഹമായ ഏകീകരണം, വിദ്യാർത്ഥികൾക്ക് നൽകിയ നിരക്കിളവ്, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം, കൃത്യതയാർന്ന സർവീസ്, വൃത്തി, ശുചിത്വം, ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം, യാത്രക്കാരുടെ സഹകരണം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടിക്കറ്റിംഗിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണിതെന്നും ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ കൂടുതൽ യുവാക്കളെ ആകർഷിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ലാസ്റ്റ് മൈൽ ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി കൂട്ടി പ്രതിദിന യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കാനായി 15 ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസും ഉടനെ ആരംഭിക്കും. വിവിധ റൂട്ടുകളിൽ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയാലുടൻ മെട്രോ സ്റ്റേഷനുകളെയും വാട്ടർ മെട്രോ സ്റ്റേഷനുകളെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു.